ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് പൊമഗ്രനേറ്റ് കൊണ്ടൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. ഇത് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 5 പൊമഗ്രനേറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ അല്ലികൾ നമുക്ക് മാറ്റിയെടുക്കാം. മാറ്റിയെടുത്ത പൊമഗ്രനേറ്റിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ നമുക്ക് ജ്യൂസ് എടുക്കണം. അത് ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ജ്യൂസ് എടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ കുരുപുള്ളും അരഞ്ഞു പോകും. അതുകൊണ്ടാണ്. നമുക്കിതൊരു സ്റ്റെയിനറിലൂടെ അരിച്ചെടുക്കാം. പൊമഗ്രനേറ്റിൻ്റെ കുരുവൊന്നും അരയാണ്ട് നമുക്ക് ജ്യൂസ് ഫുള്ളും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കട്ടകളൊന്നുമില്ലാതെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പൊമഗ്രനേറ്റിൻ്റെ ഈ മിക്സ്ചറിനെ ഒരു സ്റ്റെയിനറിലൂടെ അരിച്ചു കൊടുക്കാം. ഇത് നമുക്ക് കൈ എടുക്കാണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊമഗ്രനേറ്റ് പുഡിങ്ങിന് ഒരു ഗ്ലേസ് കിട്ടാൻ വേണ്ടിയാണ് ഈ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമുക്കിനി ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് പൊമഗ്രനേറ്റിൻ്റെ കളറാണ്. നല്ല റെഡ് കളറിലുള്ള പൊമഗ്രനേറ്റ് എടുത്താൽ നല്ല കളർ കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി ഒരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഈ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ നിന്ന് അത് സ്കിപ്പായി പോയതാണ്. നമുക്കിനി ഫ്രിഡ്ജിൻ്റെ താഴെ ഇതൊരു 2 മണിക്കൂർ വെച്ചേക്കാം. ഈ പുഡിംഗ് നല്ല തണുത്താൽ കഴിക്കാനും നല്ല സൂപ്പറായിരിക്കും. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.